ഹലോ എവ്രി വൺ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ കൺവേർഷൻ. നമ്മൾ ഓൾറെഡി സർട്ടൻ മെത്തേഡ്സ് ഓഫ് റിഡംഷൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ലംസം മെത്തേഡ്, ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെത്തേഡുകൾ പഠിച്ചു. ലാസ്റ്റ് റിഡംഷൻ മെത്തേഡാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ബൈ കൺവേർഷൻ. This means redeeming the debenture by converting them into new debentures or shares. അതായത് നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിബഞ്ചറുകളെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു? ന്യൂ ഡിബഞ്ചറായിട്ടോ ഷെയർ ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്നു. ആ രീതിയിൽ പുതിയ ഡിബഞ്ചറായിട്ടോ ഷെയർ ആയിട്ടോ ന്യൂ ഇഷ്യൂ നടത്തി ഓൾഡ് ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ കൺവേർഷൻ എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ദ കമ്പനി ആക്ട് പ്രൊഹിബിറ്റ്സ് എനി നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ദ ഡിബഞ്ചർ ടു ബി റിഡീംഡ് ബൈ ദ കൺവേർഷൻ. നമുക്കറിയാം ഡിബഞ്ചറിന് കൺവേർഷൻ പോർഷനുണ്ട്, നോൺ കൺവേർട്ടബിൾ പോർഷനുണ്ട്. ടൈപ്സ് ഓഫ് ഡിബഞ്ചറൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലേ? കൺവേർട്ടബിൾ ഡിബഞ്ചർ ആൻഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ. അതായത് ഫ്യൂച്ചർ പീരീഡിൽ അത് ഷെയർസ് ആയിട്ടോ മറ്റു ഡിബഞ്ചറുകളായിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ കൺവേർഷനിലുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് എന്താണ്? കമ്പനീസ് ആക്ട് പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. നോൺ കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ഡിബഞ്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ രീതിയിൽ റിഡീം ചെയ്യാൻ പറ്റില്ല. നോ ക്യാഷ് ഔട്ട്പ്ലേ വിൽ ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ ദ കൺവേർഷൻ. ഇത്തരത്തിൽ റിഡീം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനിയിൽ നിന്നൊരു ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നും സംഭവിക്കുന്നില്ല. ഓൾറെഡി ഉള്ള ഓൾഡ് ഡിബഞ്ചറിനെ ന്യൂ ഡിബഞ്ചറായിട്ടോ ന്യൂ ഷെയർ ആയിട്ടോ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഒരു തരത്തിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോയും ഈ ഒരു റിഡംഷൻ മെത്തേഡിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ ദർ ഈസ് നോ റിക്വയർമെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് DRR അക്കൗണ്ട്. നമുക്കറിയാം ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു അല്ലേ? ത്രൂ ഔട്ട് കഴിഞ്ഞ മെത്തേഡുകളിലെല്ലാം. അത്തരത്തിലൊരു DRR അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകത എവിടെയില്ല? റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ കൺവേർഷനിൽ ആവശ്യമില്ല. ഇത്തരത്തിൽ റിഡംഷൻ ചെയ്ത് പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ന്യൂ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂഡ് എയ്തർ അറ്റ് പാർ, അറ്റ് പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. നമുക്ക് 3 മെത്തേഡിലും ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പുതിയ ഷെയർസ് ആണ് ഈ രീതിയിൽ ഇഷ്യൂ ചെയ്യുന്നത്, റിഡംഷന് വേണ്ടി പുതിയ ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇഷ്യൂഡ് അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം ബട്ട് നോട്ട് അറ്റ് ഡിസ്കൗണ്ട്. ഒരിക്കലും ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട തിയറിയിൽ പറയുന്നത്. ഇനി കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ദർ ആർ സർട്ടൻ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ടു ദ കമ്പനി? ഫസ്റ്റ് വൺ, എനി ഫിനാൻഷ്യൽ സോഴ്സ് ഈസ് നോട്ട് നീഡ്. ഒരു രീതിയിലുമുള്ള ഫിനാൻഷ്യൽ സോഴ്സസ് വേണ്ട അല്ലേ? നമ്മൾക്ക് എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെയാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ സോഴ്സും നമുക്ക് ആവശ്യമില്ല. പഴയ ഡിബഞ്ചറിനെ പുതിയ ഒരു ഫോമിലേക്ക് ഡിബഞ്ചറോ ഷെയറോ ആയിട്ട് ഇഷ്യൂ ചെയ്യണം. അത് കമ്പനിയെ സംബന്ധിച്ച് എന്താണ്? ഒരു പോസിറ്റിവിറ്റിയാണ്. അടുത്തത്, ഇറ്റ് ഹാസ് നോ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഒരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല? അത് ഇഫക്റ്റ് ചെയ്യുന്നില്ല. ലിക്വിഡിറ്റി പൊസിഷനെയോ മറ്റും ബാധിക്കുന്നില്ല. കമ്പനിയിൽ നിന്ന് ക്യാഷ് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഒരു രീതിയിലും അത് അഡ്വേഴ്സ്ലി ഇഫക്റ്റ് ചെയ്യുന്നില്ല. ദർ ഇസ് നോ റിക്വയർമെൻറ്റ് ഫോർ ക്രിയേറ്റിംഗ് DRR അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. കാര്യം ക്യാഷ് ഔട്ട്ഫ്ലോ ഒന്നുമില്ല. അപ്പോൾ DRR അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് നീഡ് ഫോർ ദ റിഡംഷൻ. നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു അല്ലേ? കഴിഞ്ഞ മെത്തേഡിലെല്ലാം. അത്തരത്തിലൊരു DRI അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഒരു ഇൻവെസ്റ്റ്മെൻറ്റും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് കമ്പനിക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അപ്പം ഷെയർസ് ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരെന്തായി? റിയൽ ഓണേഴ്സായി അല്ലേ? ഓണേഴ്സായി കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്?
പ്രോഫിറ്റിൻ്റെ പോർഷനാണ് ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുന്നത്. അതേപോലെ നമ്മുടെ ഡേ ടു ഡേ അഫയേഴ്സിലും നമ്മുടെ കമ്പനിയുടെ തീരുമാനങ്ങളിലും എല്ലാം ഡിസിഷനിലും ഒക്കെ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും എല്ലാം ഈ ഓണേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അവർക്ക് അതിൻ്റെ ഭാഗഭാഗത്താവാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. അവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവാം. മറ്റേതെന്തായിരുന്നു, ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ആണ്, കമ്പനിക്ക് കടം കൊടുത്തവരായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സായി മാറുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു, വോട്ടിംഗ് റൈറ്റ്, മാനേജ്മെൻറ്റിലുള്ള പാർട്ടിസിപ്പേഷൻ, പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ ലഭിക്കുന്നു, ഡിവിഡൻ്റ് ആയിട്ട് ഒരു പോർഷൻ ലഭിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഉണ്ടാകുന്നു. നെക്സ്റ്റ് എന്താണ്, കൺവേർഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വിൽ ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് നോട്ട് ഫോഴ്സിബിളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് അവരുടെ ആഗ്രഹപ്രകാരമാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതിൽ താല്പര്യമുണ്ടോ എന്നുള്ളത് അവരുടെ വില്ല് പ്രകാരമാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഒരിക്കലും നിർബന്ധിച്ച് ഒരിക്കലും പുതിയ ഡിബഞ്ചറിലേക്കോ ഷെയറിലോ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയല്ല. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് എന്താണ് അഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് വൺ, ഹയർ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. അത് പ്രകാരം കൺവേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, കൂടുതൽ ഹയർ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡിബഞ്ചർ റിഡംഷൻ ബൈ കൺവേർഷൻ മെത്തേഡ് ആകുമ്പോൾ 6 രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് ആർ റിഡീംഡ് അറ്റ് പാർ ആൻഡ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചർ ആർ ഇഷ്യൂഡ് അറ്റ് പാർ. എന്ന് പറയുമ്പോൾ എന്താണ്, റിഡംഷൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് റിഡീം ചെയ്യുന്നതും പാറിലാണ്, പുതിയ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതും പാറിലാണ്. അപ്പോൾ എന്തൊക്കെ ജേർണൽ എൻട്രീസ് വരും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനേക്ക് കൊടുക്കുന്നതാണ്, അതായത് ക്യാൻസൽ ചെയ്യുന്ന ജേർണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അല്ലേ. ഡിബഞ്ചർ അക്കൗണ്ടിന് ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതിനെ ക്യാൻസൽ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു, അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. അപ്പം ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ പാറിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല അല്ലേ. അതാണ് ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ക്ലോസ് ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. നെക്സ്റ്റ് എന്താണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചർ അക്കൗണ്ട് ഓർ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഈ പറയുന്ന പുതിയ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ കൊടുക്കുന്നു. അപ്പോൾ എന്താ ജേർണൽ എൻട്രി, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചർ ഓർ ഷെയർ ക്യാപിറ്റൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 16 അതായത് എ ലിമിറ്റഡ് ഇഷ്യൂഡ് 60,000 8% ഡിബഞ്ചേഴ്സ് അറ്റ് ₹100 അല്ലേ. 60,000 ഡിബഞ്ചേഴ്സ് 100 rupeesനാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അത് റിഡീം ചെയ്യുന്നത് ആഫ്റ്റർ 4 years 4 വർഷത്തിന് ശേഷം ബൈ കൺവേർഷൻ മെത്തേഡിൽ അത് റിഡീം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ പുതിയ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പെർ ഷെയറിൻ്റെ വാല്യൂ 10 rupees ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 60,000 ഷെയർസ് അറ്റ് ₹100 ഈച്ച് എന്നാണ് പറയുന്നത്. 60,000 × 100 എന്ന് പറയുമ്പം 60 lakh rupeesനാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അത് റിഡീം ചെയ്യുന്ന സമയത്ത് ഈ 60 lakh ഷെയർസിന് ഒരു ഷെയറിൻ്റെ വില 10 rupees പറയുന്നുണ്ട്. അപ്പം 60 lakh ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പം 6 lakhൻ്റെ ഷെയർസാണ് അവിടെ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ജേർണൽ എൻട്രീസ് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ജേർണൽ എൻട്രീസ് വരുന്നത്, ഓൺ ദ ഡേറ്റ് ഓഫ് ദ ഇഷ്യൂ ഡിബഞ്ചർ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനിയിലേക്ക് എന്ത് വരുന്നു, ക്യാഷ് വരുന്നു. അപ്പോൾ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അല്ലേ. അതിനുശേഷം ഈ ഡിബഞ്ചർ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റിനെയും എന്തായിട്ട് മാറ്റുന്നു, ഡിബഞ്ചേഴ്സ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരുന്നത്, ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 8% ഡിബഞ്ചേഴ്സ്. ഈ ജേർണൽ എൻട്രി നമുക്ക് അറിയുന്നതാണ്. ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഡിബഞ്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ജേർണൽ എൻട്രിയാണ് ഈ പറയുന്നത്, ഓൺ ദ ഡേറ്റ് ഓഫ് ദ ഇഷ്യൂ. ഇനി
ഓൺ ദ ഡേറ്റ് ഓഫ് ദ റിഡംഷൻ, ഇത് മുതലാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ജേണൽ എൻട്രീസ് വരുന്നത്. എന്താണ്? 4 കൊല്ലത്തിന് ശേഷം ഈ ഡിബഞ്ചർ റെഡീം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ റെഡീം ചെയ്യുമ്പോൾ പാറിലാണ് റെഡീം ചെയ്യുന്നത്. പുതിയതായിട്ട് നമ്മൾ ഷെയർ കൊടുക്കുന്നതും പാറിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിട്ടുപോയൊരു കാര്യമുണ്ട്. എമൗണ്ട് എത്രയാണ്? 60,000 ഇൻറ്റു 100, 60 lakh rupees ആണ് അല്ലേ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. അത്രയും ഡിബഞ്ചറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഈ 2 ജേണൽ എൻട്രിയിൽ. ഇനി നമ്മൾ ഓൾറെഡി ഉള്ള ഈ 8% ഡിബഞ്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, സെയിം എമൗണ്ട് എത്രയാണ്? 60 lakh rupees. ഈ ജേണൽ എൻട്രി ആണ് പറയുന്നത് റിഡംഷൻ അറ്റ് പാർ എന്ന് പറയുന്നത്. റിഡീം ചെയ്യുന്നത് പാറിലാണ്, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. ഇനി നമ്മൾ ഈ പറയുന്ന ഡിബഞ്ചറിനെ പുതിയ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരാം? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ, സെയിം എമൗണ്ട് തന്നെയാണ്, 60 lakh rupees ആണ്. കാര്യം ഇവിടെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും പാറിൽ തന്നെയാണ്. ഈ ജേണൽ എൻട്രി ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ 2 ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനെ ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും. നമ്മൾ സെക്കൻഡ് സെമ്മിലെ അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങളല്ലേ. ഷെയർ ഇഷ്യൂ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ജേണൽ എൻട്രിയുടെ തന്നെ പ്രൊസീജിയറാണ്. റിഡംഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇവിടെ എന്താ? റിഡീം ചെയ്യുന്നത് പാറിലാണ്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. അപ്പം റിഡീം ചെയ്യുമ്പോൾ 8% ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ടിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായതിനെ ക്യാൻസൽ ചെയ്ത് ഡെബിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എന്താണ് മെത്തേഡിൽ വരുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് when debentures are redeemed at premium and new shares and debentures issued at par എന്ന് പറയുന്നു. അതായത് എന്താണ്? ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്, ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർസ് അല്ല ഡിബഞ്ചർ കൊടുക്കുന്നത് പാറിലാണ്. അപ്പോഴത്തെ ജേണൽ എൻട്രി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആ ക്യാൻസൽ ചെയ്യുമ്പം സാധാരണ ഗതിയിൽ എങ്ങനെയാണ് വരാറ്? ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്നാണ് വന്നത്. നേരത്തെ പ്രോബ്ലത്തിൽ പാറിലൊക്കെ വന്നത് എങ്ങനെയാണ്? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. 100 രൂപയുടെ വിലയുള്ള ഡിബഞ്ചർ ആണെങ്കിൽ 100 എന്ന് 2 സ്ഥലത്തും വരും. ഇവിടുത്തെ കേസിൽ എന്താ പറയണത്? 100 rupees വിലയുള്ള ഒരു ഡിബഞ്ചർ ആണ്, പക്ഷെ അത് നമ്മൾ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത്. 120ക്കാണ് റിഡീം ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരാം? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 100, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 20. അപ്പോൾ 120 എന്നുള്ള എമൗണ്ട് ആണ് ഇങ്ങോട്ട് വരുന്നത്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇതാണ് ഇനി അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട്. ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ 120 രൂപയ്ക്ക് തുല്യമായ എമൗണ്ട് ആണ് നമ്മൾ ഷെയർ ആയിട്ട് അവർക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ എമൗണ്ട് ഡ്യൂ ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് പ്രീമിയം ഡ്യൂ, അതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. സെക്കൻഡ് എന്താണ്? നമ്മൾ ഇവർക്ക് പുതിയ ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ കൊടുക്കണം അല്ലേ? ആർക്കാണ് കൊടുക്കേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചർ അക്കൗണ്ട് ഓർ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര രൂപ വരും ഇവിടെ? പുതിയ എമൗണ്ട് 120 rupees ഈച്ച് വരും അല്ലേ? ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ എത്ര രൂപ വരും? 120 വരും അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. എക്സാമ്പിൾ 17, എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 2008% ഡിബഞ്ചേഴ്സ് അറ്റ് ₹100 ഈച്ച് അറ്റ് പാർ അല്ലേ? ഇഷ്യൂ ചെയ്യുന്നത് 2000 ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സിൻ്റെ പെർസെൻറ്റേജ് 8% ഡിബഞ്ചേഴ്സ് ആണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 rupees ആണ്. അറ്റ് പാറിലാണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. റിഡീം ചെയ്യുന്നത് എന്തിനാണ്? പ്രീമിയത്തിലാണ്. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു? ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു ഷെയറിൻ്റെ വില 10 rupees ഈച്ചാണ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ജേണൽ എൻട്രീസ് വരുന്നത്? നമ്മൾ ഇഷ്യൂ ചെയ്തത് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്ത ജേണൽ എൻട്രി ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല.
ജസ്റ്റ് നമ്മുടെ റിഡംഷനുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രി മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്താൽ മതി. കാര്യം അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ആദ്യം നമ്മൾ ഈ പറയുന്ന 8% ഡിബഞ്ചേഴ്സിനെ റിഡംഷൻ നടത്തുന്നതിന് അതിന് ഡിബഞ്ചർ ഹോൾഡേഴ്സിലേക്ക് മാറ്റണം അല്ലേ? അപ്പം നമ്മൾ എന്താ വരുന്നത്? 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. എത്രയാണ് ഇവിടുത്തെ എമൗണ്ട് എന്ന് പറയുന്നത്? 2000 × 100 എത്രയാണ്? 2 lakh rupees ആണ് ഡിബഞ്ചേഴ്സിൽ വരുന്നത് അല്ലേ? അത്രയും എമൗണ്ട് വാല്യൂ ഉള്ള ഡിബഞ്ചറിനെയാണ് നമ്മൾ റിഡീം ചെയ്യുന്നത് അല്ലേ? അപ്പം 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 2000 × 100 2 lakh rupees. നെക്സ്റ്റ് ഇവിടെ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ വരാ? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എത്ര ശതമാനമാണ്? 10% ആണ് പ്രീമിയം. അപ്പം 2 lakhന്റെ 10% എന്ന് പറയുമ്പം 2 lakh × 10/100 എന്ന് വരുമ്പോൾ എത്ര വരും? 20,000 rupees ആണ് പ്രീമിയം അല്ലേ? സാധാരണ നമുക്ക് പ്രീമിയത്തിന് ക്രെഡിറ്റ് ആണത്. ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ 8% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 2 lakh, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 20,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്രയാണ്? 2 lakh + 20,000 2,20,000 എന്ന് വരും അല്ലേ? ഈ 2,20,000 തുല്യമായ എമൗണ്ടിനാണ് നമ്മൾ ഇനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ ജേണൽ എൻട്രി? ഡിബഞ്ചർ ഹോൾഡേഴ്സിനല്ലേ കൊടുക്കേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,20,000. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അതെന്താണ്? റിഡീം ചെയ്യേണ്ടത് ശരിക്കും പ്രീമിയത്തിലാണെങ്കിൽ ഈ ജേണൽ എൻട്രി, അതിനെ പുതിയതായിട്ട് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ എമൗണ്ടും കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ടിനായിരിക്കണം പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യേണ്ടത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.